ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവൂട്ടി വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ടുള്ളൊരു ഭാഗമാണ്. നമ്മളൊരു വൈകുന്നേരത്തെ ഒരു വ്ളോഗാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ഇല്ലാത്ത പോലെ ഇതാ ഒരാൾ വന്നിട്ടുണ്ട്, ചോറെടുത്ത് തിന്നുന്നു. ഇതുവരെയും ഇത് സംഭവിച്ചിട്ടില്ല. വൈകുന്നേരം വന്നപാട് പറഞ്ഞ് നല്ല വിശപ്പുണ്ടെന്ന്. അപ്പം ഞാൻ ഇന്ന് പലഹാരം ഒന്നും ആക്കിയിട്ടില്ലേനെ. അതുകൊണ്ട് തന്നെ ദേവൂട്ടി വേഗം പറഞ്ഞു, എന്നാൽ പിന്നെ എനിക്ക് ചോറ് മതി എന്ന് പറഞ്ഞിട്ട് ഓള് തന്നെ ആവശ്യത്തിന് ചോറെടുത്ത് കൊണ്ടേ തിന്നുന്ന അതാണ് കാണുന്നത്. അപ്പോൾ നമുക്കിന്ന് വൈകുന്നേരത്തേക്ക് ചക്ക കിട്ടിയിട്ടുണ്ട്. ചക്ക എല്ലാം കൊത്തി ഇരിഞ്ഞിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ വൈകുന്നേരം നമുക്കൊരു 6 വിളക്കെല്ലാം വെച്ച് കഴിഞ്ഞുള്ള ആ സമയമില്ല, ഒരു 7 മണി 7:30 ആ സമയത്ത് നമുക്കിതുപോലെ ചക്കയോ കപ്പയോ അല്ലെങ്കിൽ എന്തെങ്കിലും പുഴുക്കോ അങ്ങനത്തെ എന്തെങ്കിലും അതൊരു നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചക്ക മുറിച്ചിടലാണ്. ഒരാൾ ചോറെടുത്ത് പോയിട്ട് കുറേ സമയമായി. എല്ലാ വീടുകളിലും കാണുന്ന ഒരു കാഴ്ചയാണിത്. ചോറോ അല്ലെങ്കിൽ എന്തെന്ന് തിന്നാൻ എടുത്താലും ഇത് കണ്ണ് ടി വിയിലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു ഗുസ്തി തന്നെ പിടിക്കണം. ഇത് പ്ലേറ്റും കയ്യിൽ വെച്ചിട്ട് പ്ലേറ്റിൽ കയ്യും കുത്തിയിട്ടുണ്ടാവും, ഇങ്ങനെ ടി വിയിലേക്ക് നോക്കി നിൽക്കുന്നത്. ഇവിടെ അതുതന്നെയാണ് സംഭവിക്കൽ. ദേവൂട്ടി കുറേ ഗുസ്തി പിടിച്ച് നോക്കി ടി വി ഓണാക്കാൻ. ലാസ്റ്റ് അടി കിട്ടുമോ നോക്ക് തോന്നി. അന്നേരം വേഗം നല്ല കുട്ടിയായിട്ട് അവിടെ ഇരുന്നിട്ട് ചോറ് തിന്നാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ചക്ക ഏകദേശം ഞാൻ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ചക്കക്കുരു എല്ലാം കളഞ്ഞ് കീറിയിട്ട് വൃത്തിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാം ആക്കിയിടുകയാണെങ്കിൽ പിന്നെ നമുക്കങ്ങ് ചെറുതാക്കിയിട്ട് അരിഞ്ഞിടുവല്ലേ വേണ്ടു, എളുപ്പപ്പണി. അതുകൊണ്ട് അന്നേരം മുറിച്ചിടുന്നില്ല. എല്ലാ കുരുവെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് എല്ലാം ഒരുമിച്ച് മുറിച്ചിടുക, അതാണ് എളുപ്പവും. ചക്ക ഇങ്ങനെ കുനുകുനാന്നരിഞ്ഞിടുന്നവരുണ്ടാ. ഓരോരുത്തർ കീറി അങ്ങോട്ട് ഇടുന്ന കാണാം, ഓരോരുത്തർ വലിയ കഷ്ണാക്കി മുറിച്ചിടുന്ന കാണാം. പക്ഷെ ഞാനെപ്പോൾ ചക്ക ഇതുപോലെ ചെറുതാക്കി കുനുകുനാന്നരിഞ്ഞിടും. അപ്പോൾ അത് എല്ലാവരും ചോദിക്കും, ഇതെന്തിനാ ഈ ചക്ക എന്തായാലും വെന്തടിയുന്ന സാധനമല്ല, ഇങ്ങനെ മുറിച്ചിടണമെന്നല്ല. പക്ഷേ അത് വേറെ ഒരു ടേസ്റ്റല്ല, എന്തോ ഒരു മാറ്റമുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ അങ്ങനെ? ഇപ്പോൾ ചക്ക എല്ലായിടം മുറിച്ചിട്ട് നമ്മളിപ്പം ഞാനും ദേവൂട്ടിയും കൂടെ അമ്പാടീനെ കൂട്ടാൻ പോകുന്നതാണ്. അമ്പാടിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ട്യൂഷന് വിടുന്നുണ്ട്. അപ്പോൾ വരുമ്പം കുറച്ച് നടന്ന് വരാനുണ്ട്. അപ്പോൾ നേരം പോകുന്നതുകൊണ്ട് നമ്മളും കൂടെ വെറുതെ അങ്ങ് നടന്നതാണ്. നമ്മൾ പകുതി വഴിക്ക് എത്തുമ്പോഴേക്ക് അമ്പാടി നടന്നിങ്ങ് വന്ന്. അപ്പോൾ എന്തോ മുട്ടായി ആറ്റം വാങ്ങിയിട്ട് അത് ദേവൂട്ടിക്കും കൊടുക്കലാന്ന്. അപ്പോൾ രണ്ടാളും അത് നിന്നുകൊണ്ട് നടന്ന് വരലാന്ന്. നമ്മൾ ചക്കക്ക് അരവിടുന്നതാണ്. അപ്പോൾ തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടിച്ചത്, അത്രയും കൂടിയാണ് എടുത്തിട്ടുള്ളത്. പച്ച കുരുമുളക് തന്നെയാണ് ഞാൻ കുറച്ച് അന്ന് ചതുക്കി വെച്ചതേനു. അത് എടുത്തൊന്ന് കറക്കുകയെ വേണ്ടു. എന്നിട്ടാകുമ്പോൾ അത് അപ്പാടെ തന്നെ ചക്കയിലോട്ടിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മഴ പെയ്ത സമയമായതുകൊണ്ട് ചക്കക്ക് അധികം വെള്ളം വേണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നില്ലല്ലേ. അപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ ആവശ്യത്തിന് വെള്ളം ഉപ്പെല്ലാം ഇട്ടിട്ട് അടുപ്പത്ത് വെക്കുന്നതാണ്. അപ്പോൾ കുക്കറിൽ ഒരു വിസിലടിക്കും, ഒറ്റ വിസിലേ അടിക്കലുള്ളൂ. നല്ലോണം വെന്ത് വരുന്ന ചക്കയാണ്. ചിലത് കുറച്ച് കട്ടിയുള്ള ചുളയിലുണ്ടോ, അത് 2 വിസിലെല്ലാം അടിക്കേണ്ടി വരുമെന്ന് തോന്നുന്നത്. ചക്കക്ക് നമ്മൾ വറുത്തിടാൻ ആ സമയമാകുമ്പോഴേക്ക് ഞാൻ ചക്ക വേകുന്ന ആ സമയമാകുമ്പോഴേക്ക് കുളിയെല്ലാം കഴിഞ്ഞ് വന്ന്. അപ്പോൾ ചക്കക്ക് വറുത്തിടുന്നതാണ്. നമ്മൾ വെളുത്തുള്ളി വറുത്തിടുവേ. പിന്നെ ഇത് നമ്മൾ ചക്കക്ക് അരവിൽ ഒതുക്കി ഇടുമ്പോൾ അതിൽ വെളുത്തുള്ളി ഇടൂല. ചിലർ അതിൽ വെളുത്തുള്ളിയും ജീരകമെല്ലാം ഇടും. പക്ഷെ നമ്മൾ ഇങ്ങനെ വറുത്തിടുന്നതിലാണ് ഇടുക. ജീരകം ഇടുന്നില്ലേ, വറുത്തിടുന്നതിൽ വെളുത്തുള്ളി വറുത്തിടുക. അത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. വൈകുന്നേര സമയങ്ങളിൽ ഇങ്ങനെ വെളുത്തുള്ളി മണക്കുമ്പോൾ ചക്ക സീസണിൽ എല്ലാവരും പറയും, അതാ വീട്ടിൽ ചക്ക വെക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ആ വെളുത്തുള്ളി വറുത്തിടുന്നതിൻ്റെ മണം ഇങ്ങെത്തുമല്ലോ. അപ്പോൾ ചക്കക്ക് വെളുത്തുള്ളി വറുത്തിടുന്നതാണ്. വെളുത്തുള്ളിയും കറിവേപ്പിലയും കടുകും കൂടെ. ഇനി നമുക്ക് അരവ് ചക്കയിലോട്ടിടാം. അപ്പോൾ ചക്കേൻ്റെ അരവ് ഉള്ളിലുണ്ട് കേട്ടോ. അതാ ചക്ക അതിൻ്റെ അരവിൻ്റെ മേലെ ഞാൻ കുറച്ച് ചക്ക ഇട്ടതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിസിലടിക്കുമ്പോൾ ചിലപ്പോൾ മേലെ മുടിയിൽ അങ്ങ് തട്ടി നിൽക്കില്ലേ, അതുകൊണ്ട് ചക്ക കുറച്ച് മേലെ ഇട്ടതാണ്. അപ്പോൾ ഇനി പണി കഴിഞ്ഞ് നമ്മൾ കടുക് വറുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അധികം വെള്ളം ഒഴിച്ചിട്ടില്ല, എന്നാലും ചക്ക കുറച്ചൊന്ന് കുഴഞ്ഞു പോയിന്. ചിലർക്ക് ഇങ്ങനെ കുഴയാണ്ടുള്ള പരുവത്തിലായിരിക്കും ഇഷ്ടം. പക്ഷേ എനിക്ക് കുറച്ച് കുഴഞ്ഞ പരുവം തന്നെയാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ അധികം കുഴയുണ്ടെങ്കിൽ നല്ലോണം ഇളക്കാണ്ട് ഇതാ ഈ പരുവത്തിൽ നിർത്താം. പക്ഷേ നല്ലോണം
കുഴഞ്ഞതായി ഇഷ്ടമെങ്കിൽ കുറച്ചും കൂടി ഇളക്കുക. അപ്പോൾ നമ്മളെ ചക്ക റെഡിയായേ. ദേവുട്ടി വന്നപാടെ ഹോംവർക്ക് ഉണ്ട് കുറച്ച് എന്ന് പറഞ്ഞിട്ട് ഹോംവർക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നതാണ്. അമ്പാടി ഇതാ വന്നിട്ട് വിശപ്പ് തുടങ്ങി ചക്കയായോ എന്ന് ചോദിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് വരുന്നതാണ്. അപ്പം നമ്മൾ ചക്ക തിന്നാൻ പോകുന്നതാണ്. ദേവുട്ടി പൊരിഞ്ഞ എഴുത്താന്ന്. അത് ഭക്ഷണമെല്ലാം തിന്നാൻ വിളിച്ചു കഴിഞ്ഞാൽ അന്ന് അതുവരെ ഇല്ലാത്ത എഴുത്തും തിരക്കും ഭയങ്കരമായിരിക്കും പഠിത്തവും. അപ്പോൾ വിശന്ന് അമ്പാടി ഒരു സൈഡായി. അപ്പോൾ നമ്മൾ ചക്ക തിന്നുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെന്നായാലും ഭക്ഷണം മുമ്പിലെടുത്ത് കഴിഞ്ഞാൽ ടി വി ഉണ്ടാവും തുറന്നു വെച്ചിട്ട്, ടി വിയിലേക്കും മൊഴിച്ചിട്ടായിരിക്കും തിന്നുക. അപ്പം അമ്പാടി ചക്ക തിന്നുന്നതാണ്. ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചിട്ട് ഓന് ഇഷ്ടപ്പെട്ടെന്നാണ്. ചില സമയത്ത് എരിവ് അധികമാണെങ്കിൽ തിന്നൂല രണ്ടാളും. അപ്പോൾ ഇന്ന് ഞാൻ അധികം എരിവ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല, സൂപ്പറാന്ന് പറയുന്നുണ്ട്. ദേവുട്ടി ചക്ക തിന്നുകയാണെങ്കിലും ടി വിൻ്റെ അകത്തോട്ടാണ് കണ്ണ്. അമ്പാടി ചക്ക ഒരു വിരലോണ്ടെല്ലാം ആക്കിയിട്ട് തോണ്ടി വായിലിട്ട് നോക്കുമ്പോൾ അത് ഭയങ്കര ചൂടായിപ്പോയി. ഓൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ ചിരി വന്നു എഡിറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളെ വൈകുന്നേരം വിശേഷങ്ങളെല്ലാം ഇത്രയുള്ളേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നാളെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ ബൈ.